അല്ല, ഞാൻ ഇരുട്ടത്തിങ്ങനെ നടക്കുമ്പോൾ 3 പേര് മുമ്പിലേക്ക് ഒരു ഒറ്റ ചാട്ടാണേ. അവർ കരുതിയത് ഞാൻ തിരിഞ്ഞോടുന്ന. ഞാനായാലും ഒരുത്തൻ്റെ കഴുത്തിനെ കയറിയോണ്ട് പിടിച്ച് അവൻ്റെ മുഖംമൂടി അഴിച്ചു നോക്കിയപ്പോഴോ അറിയണേക്കാൻ. അവ അപ്പം തന്നെ എൻ്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്, എൻ്റെ ഭാവി ഒന്നും. അങ്ങനെ ഞാൻ അവനെ പറഞ്ഞയച്ചു. അപ്പോൾ ഏത് കള്ളന്മാർ വന്നാലും നമ്മളങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അറ്റാക്ക് ചെയ്താണ്ടല്ലോ ഒരു ചുക്കും സംഭവിക്കില്ല. അന്ന് അതാണ്ടായതേ ഗിരിരാജനോടെ കളി. അപ്പൊ നമ്മൾ രാത്രി ഒന്ന് കാവലൊക്കെ ആയിട്ട് നിന്നാ മതി കേട്ടോ, പിന്നെ ഒരു കള്ളനും വരില്ല. ശരി എന്നാ. എന്തിനാ അമ്മാവ ഇങ്ങനെ നോണ പറയണത്? നാണാവണില്ലേ അമ്മാവൻ ഇങ്ങനെ സ്വയം പൊങ്ങുമ്പോ? പിന്നല്ലാതെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അവര് കാല് പിടിച്ച അമ്മാവന്റെ എടി കുർവാസംഘം എന്ന് പറഞ്ഞ എല്ലാവരും ഓടുമ്പോ ഞാൻ കാവലിൽ നിന്നപ്പോ 3 പേര് മുമ്പ് ചാടിയത് ഞാൻ പറഞ്ഞല്ലേ. ഉണ്ടയാണ് അമ്മാവനാണോ എന്നിട്ട് അവരെ പിടിച്ചത്? പിന്നെ ആരെ പിടിച്ച്? ചിന്ത ദൈവമേ, വായെടുത്ത നുണയെ പറയുള്ളൂ അമ്മാവൻ. ഞണ്ടായ സംഭവം നിന്റെ അടുത്ത് വന്ന് പറയണോ? പിന്നെ അത് കേൾക്കുമ്പോ തന്നെ അറിയാൻ പുളുവാന്ന്. ജഡി അതാ വടക്കപ്പുറത്ത് പണിയെടുക്കുന്ന ചെക്കനാണ് തോട്ടത്തിൽ. അവനാണ് രാത്രി അവനോട് പോലീസിലെ പറയരുത് പറഞ്ഞപ്പോ അവന്റെ ഭാവി. അമ്മാവൻ ആൾക്കാരുടെ മുമ്പേ ഓടിയിട്ടുണ്ടാവും. ഇത് തന്നെയാണ് അമ്മാവന്റെ കുഴപ്പം. അതെ, നുണയാണ്. ഈ പറയണ മുഴുവൻ ഗുണ്ടാന്ന് ഞങ്ങൾക്കറിയാം. നീ വെറുതെ വേണ്ടാത്ത വേഷം കെട്ടിന. പിന്നെ ബോംബെയിലുള്ള കാര്യങ്ങളോ? സത്യല്ലേ? അല്ല, നീ നിനക്ക് എങ്ങനെ അറിയാം? എടി, ഒരാള് തിരിഞ്ഞാക്കല്ലാത്ത കാലത്ത് ഞാൻ അവളെയും കൂട്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത ബോംബെയിലെ ധാരാവി കൂടെ നടക്കുന്ന സമയത്ത്. ധാരാവി എന്ന് പറഞ്ഞാൽ എന്താന്ന് അമ്മാവന്റെ വിചാരം? ഈ 2 കുഞ്ഞു മീശം വെച്ചിട്ടുണ്ട് അമ്മാവൻ ചെന്നിട്ട് ധാരാവിയിൽ ആരാ എന്താണ്ട് ഒരാള് വാച്ചൂരി തന്ന്. പിന്നെ ഞങ്ങൾ ഇത് ഇത്ര നാള് പ്രോത്സാഹിപ്പിച്ച എന്താണെന്നറിയാമോ? ഇല്ല, ഗുണ്ടാണ്. ആരടി കൊണ്ട് പറഞ്ഞു? അമ്മാവൻ. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ കുടുംബത്തിലുള്ള ഒരാളാകുമ്പോ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടും. അമ്മാവ ആ കാര്യോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ കാര്യം കുടുംബത്തെ നിന്നിച്ചു പോയോളൂ എന്നെ ബഹുമാനിക്കാൻ. അമ്മാവ ശരിയാവ്. എടി നാട്ടുകാരോട് മുഴുവൻ നുണക്കഥയും പറഞ്ഞിട്ടുണ്ട്. അതെ, നുണയാണ് പറയണത്. അയ്യോ, അപ്പൊ അമ്മാവൻ പ്രേമിച്ചല്ലേ കല്യാണം? അത് തന്നെ ഞാൻ ചോദിക്കണത്. ധാരാവിയിൽ വലിയ രാജാവായിരുന്നു. പിന്നെ ചുമ്മാ ആൾക്കാരെന്നിട്ട് നോക്കിയിരുന്ന് ചിരിക്കുവാണ്. പിന്നെ ആൾക്കാരെന്നെ നോക്കി ചിരിക്കുക. നീ പോയി പണിയൊക്കെ. ഞാൻ നാട്ടുകാരെ ചിരി കേട്ടിട്ട് തല അമ്മാവനെ ബഹുമാനിക്കാൻ കുടുംബത്തെ ബഹുമാനിക്കാൻ അറിയാത്തോളെ. നീ അന്ന് മുതൽ അങ്ങനെ അനക്ക് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ ഇപ്പോൾ കേക്കട്ടടാ, അവൾക്ക് ഇത്തിരി നകളിപ്പ് കൂടുതലാണ്. അന്നോ എന്നെ അളിയനൊക്കെ മാനം കെടുത്തിട്ട് കുടുംബത്തിൽ നിന്ന് പോയി. അവിടെ ന്യായീകരിക്കാൻ വിട്. അതെ, ഞാൻ പോകട്ടെ. ഞാൻ താക്കോൽ എടുക്കാൻ വർഷം ഒരു വണ്ടി വന്നിരിക്കുന്നു. വഴക്കുണ്ടാക്കല്ലേ ബോംബെല്. ഇറങ്ങിയില്ല ഇതുവരെ ദേഷ്യം. പിന്നല്ലാതെ അമ്മാവനാന്ന് പറഞ്ഞ എന്തും പറയാൻ പാടുണ്ടോ? പൊന്നി ചേച്ചി ക്ഷമിക്കോ? ക്ഷമിക്കേ. ചേച്ചി ഇങ്ങനെ വഴക്കം പിടിച്ചിരുന്നു. ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? സ്പീഡെന്ന് കേട്ടിട്ടുണ്ടോ? സ്പീഡ്. അതെ, അറിഞ്ഞിരിക്കുന്നു പുറത്ത്. ഞാൻ എന്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്ന പല്ലവി ഇല്ലേ, ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞപ്പോൾ അറിയുന്നത് സ്പീഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് ഇപ്പം. അത് നമ്മുടെ വാർഡിലൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കുറെ ഓഫർ ഉണ്ടെന്ന് സബ്സിഡി നിരക്കിൽ. അത് വല്ല അറിയുന്നുണ്ടോ? ഇവിടെ അമ്മാവനോട്ട് വഴക്ക് പിടിച്ചിരുന്ന വലിയ പെൺപുലിയുടെ ആളാണ്. ഇപ്പൊ നമുക്ക് ആര് സബ്സിഡി തരാനാ? ചെന്ന് ചോദിക്കുമ്പോ 100 കൂട്ടം കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് പറയും. ഇതൊന്നും നമുക്ക് ചെയ്യാനും പറ്റൂല. ഇത് അങ്ങനെയൊന്നും അല്ലേ ചേച്ചി. അമ്മാവാ എന്തിനിപ്പോ അമ്മാവനെ വിളിക്കണേ? നാരങ്ങവെള്ളം വേണമെന്ന് ചോദിക്കാം. കൊടുക്കണ്ട, ഞാൻ കൊടുക്കും. ചേച്ചി ഇപ്പൊ ആ സ്പീഡിന്റെ ഓഫർ എന്താണെന്നറിയോ? അവർക്ക് ആ പല്ലവിയുടെ അമ്മക്കൊക്കെ കിട്ടിയതാണേ. 1000 രൂപ അവർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് 2000 രൂപയുടെ ഒരു കൂപ്പൺ തരും. എന്നിട്ട് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 2000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാം. അവരൊക്കെ വാങ്ങിച്ചു. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് പോകാൻ. ചേച്ചി പെണ്ണുങ്ങൾക്ക് മാത്രം ഉള്ളതാണ് എല്ലാ വാർഡിലും. നാരങ്ങ വെള്ളം തരാനായിട്ട്. അങ്ങോട്ട് കൊടുത്ത് തന്നാ പറ്റില്ല. അല്ല, അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നില്ല, ഞാൻ വിളിച്ചത്. ഇത് നീ ഉണ്ടാക്കിയതാണോ അതോ അവൾ ഉണ്ടാക്കിയതാണോ? കണ്ണ് കണ്ടൂടെ ആരോ ഉണ്ടാക്കിയത്? നീ ഉണ്ടാക്കിയതാണെന്ന് കുടിക്കുക. അവളുടെ പച്ചവെള്ളം ഉണ്ടാക്കി, അതാ പറഞ്ഞേ. ചേച്ചി പഞ്ചസാര ഞാൻ അമ്മാവനൊന്നും ഉണ്ടാക്കി തരാൻ പോണില്ല.
ആ പിന്നെ നീ വെള്ളം തന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ വരണ്ടങ്ങോട്ട് മരിക്കില്ലേ. ആ എന്തെങ്കിലും ആവശ്യം തങ്കം തങ്കം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരെയുമില്ല. ആരടി വിളിക്കുക, ആരടിക്ക് വരെ നോക്കാലോ. നോക്കാലോ. ഒന്നാണ് നിന്നോട് സംസാരിക്കാനല്ല ഞാൻ സംസാരിക്കാൻ താല്പര്യം. നീ എന്താ ഒരു 1000 എന്താ കൂപ്പന്റെ എന്താ കാര്യം പറഞ്ഞിട്ടത്? അത് അമ്മാവൻ കേട്ടിട്ടുണ്ടേ, സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന, സ്ത്രീകളെ സഹായിക്കുന്ന ഒരു സംഘടനയാണെന്ന്. എല്ലാ വാർഡിലും ഉണ്ട്, അമ്മാവന്റെ ഒക്കെ അവിടെ ഉണ്ടാവും. അത് വെച്ചാൽ 1000 രൂപ കൊടുത്തു കഴിയുമ്പോൾ 2000 രൂപയുടെ കൂപ്പൺ തരും അവര്. എന്നിട്ട് അവര് പറയുന്ന ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാം. ഇപ്പൊ അവരുടെ ഓഫർ അതല്ല, 1000 രൂപ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് 3000 രൂപയുടെ കൂപ്പൺ തരും. തുണിയാണ്. എന്നിട്ട് അവര് പറയുന്ന മറ്റേ തുണിക്കടയിൽ പോയിട്ട് നമുക്ക് 3000 രൂപയ്ക്ക് തുണി എടുക്കാം. 1000 രൂപ നമ്മൾ കൂപ്പെടുത്താം, 3000 രൂപ തുണി എടുക്കാം. ആ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാ, ആണുങ്ങൾക്കല്ല. നിനക്ക് മാമൻ തരും 1000 രൂപ, നീ കൂപ്പെടുത്തോ. എന്നിട്ട് പോയി 3000 രൂപ ചോട്ടാ. ഞാൻ തരും, ഞാൻ തരും. അയ്യോ നിനക്ക് മാത്രം. അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അയ്യോ അമ്മാവൻ 1000 രൂപ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ കൂപ്പൺ എടുക്കാനുള്ള ഞാൻ തരാമല്ലോ പൈസ. എന്റെ അടുത്തും ഉണ്ട് 1000 രൂപ. ചേച്ചിക്കല്ല ഇത് വേണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മാവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ 1000 രൂപ തരും. വാശിക്ക്. വാശി എന്നെ വാശി. നാരങ്ങ വേണം. വലിയ കാര്യം ദേ അവര് വന്ന്. ആര്? ചേച്ചി, ഞാൻ ആ സ്പീഡിലെ ആളുകളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരാ വന്നത്. പെട്ടെന്ന് കുടിക്കേ. വരുന്നെങ്കി വാ. ലില്ലി ടീച്ചറിന്റെ ലില്ലി ടീച്ചറിന്റെ വീടാണിത്. എന്റെ ചേച്ചിയുടെ മകൻ കനകൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ് ഈ ലില്ലി ടീച്ചർ എന്ന് പറഞ്ഞത്. വിളിച്ചായിരുന്നു. അതെ, സ്പീഡിലെ. അതെ അതെ അതെ, ഞാനാണ് മറ്റേ സന്ധ്യ ടീച്ചർ ചേച്ചി എടുത്തത് നമ്പർ വാങ്ങിച്ചത്. ഒന്നുമില്ല, വെറുതെ ആ സ്കീമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അറിയാനായിരുന്നോ? എന്താ സ്കീം? എന്താ സാറേ സ്കീം എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് സ്കീം വന്നു പോകുന്നുണ്ട്. പക്ഷെ ഇപ്പം നിലവിലുള്ള സ്കീം എന്ന് പറയുന്നത് 1000 രൂപയുടെ കൂപ്പൺ എടുത്താൽ നമുക്ക് 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. എങ്ങനെ? 1000 രൂപയുടെ കൂപ്പൺ എടുത്താൽ നമുക്ക് 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അതേത് കടയിൽ? ഏത് കടയിൽ മനസ്സിലാവും. നമ്മൾ പറയുന്ന ഒരു കടയുണ്ട്, അവിടുന്ന് പർച്ചേസ് ചെയ്യണം. നമ്മൾ അവരുമായിട്ടാണ് ടൈപ്പ്. പിന്നെ അവർ നമ്മളുമായിട്ട് ഡീൽ ചെയ്യും. അങ്ങനെയാണ് അതിന്റെ രീതി. നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി പർച്ചേസ് ചെയ്യാം. എപ്പോ വേണമെങ്കിലും പർച്ചേസ്, നിങ്ങളുടെ സൗകര്യത്തിന് എപ്പോ വേണമെങ്കിലും. നോക്ക്, ഞാൻ 1000 രൂപ തരും, നീ പോയിട്ട് 3000 രൂപ പർച്ചേസ് ചെയ്തോ, നിനക്ക് മാത്രം. അല്ല, ഈ വാർഡ് അൻസാർക്കയുടെ വാർഡല്ലേ ഇത്? അൻസാർക്കൻ അറിയോ? പിന്നെ അൻസാർക്ക് നമ്മുടെ അടുത്ത ആളല്ലേ? പിന്നെ നന്നായിട്ട് അറിയാം. അൻസാർക്കാൻ അറിയോ? പിന്നെ നമ്മുടെ അടുത്ത ആളാണ്. അപ്പൊ അവരുടെ കൂടെ വെള്ളയൊക്കെ ഇട്ട് നല്ല പൊക്കത്തില് നല്ല ഭംഗിയുള്ള നല്ല നിഷ്കളങ്ക മുഖമുള്ള ഒരു ചേട്ടൻ അറിയോ? ചുരുണ്ട മുടിയൊക്കെ ഉള്ള. ഈ നിഷ്കളങ്കന്റെ പേരെന്താന്ന്? ക്ലീറ്റസ് മത്തായി. ക്ലീറ്റസ് മത്തായി, ഞങ്ങൾക്കറിയാം ക്ലീറ്റസ് സാറ്. പിന്നെ നല്ല പരിചയമുണ്ട്. പിന്നെ അറിയാം. ക്ലീറ്റസിന്റെ വൈഫാ. അയ്യോ, ക്ലീറ്റസ് സാറിന്റെ വൈഫാണോ മാഡം? ഞാൻ പെങ്ങളും. മാഡം അതൊക്കെ പോട്ടെ, മറ്റേ സ്കീം ഏതാണെന്ന് പറഞ്ഞു? വേറൊന്നുള്ളത് സാർ രണ്ടാമത്തെ സ്കീമിനാണ് പറഞ്ഞത്. അല്ല, അതിനെക്കുറിച്ച് അൻസാർക്ക പറഞ്ഞില്ലേ? നമ്മൾ ഈ പഞ്ചായത്തുമായിട്ട് ചേർന്നാണ് ഈ പദ്ധതിയൊക്കെ നടത്തുന്നത്. അൻസാർക്കൊന്നും പറഞ്ഞില്ലല്ലേ? ശരി, എന്നാൽ ഞാൻ തന്നെ പറഞ്ഞേക്കാം. സാർ, ഇപ്പൊ കൂടുതലും ജോലിക്ക് പുറത്തു പോകുന്നത് സ്ത്രീകളാണ്. അവര് യാത്ര ചെയ്ത് ബസ് കയറി ഓട്ടോയിൽ പോയും വെയിൽ കൊണ്ടൊക്കെ അല്ലേ പുറത്തു പോകുന്നത്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു സ്കൂട്ടറിന്റെ സ്കീം, അതായത് പാതി വിലക്ക് സ്കൂട്ടർ. എത്രയാണോ സ്കൂട്ടറിന്റെ വില, അതിന്റെ നേർ പകുതി അടച്ചാൽ മതി. സ്കൂട്ടർ നിങ്ങൾക്ക് സ്വന്തം. അതെ അല്ലേ? 1 ലക്ഷം രൂപ ആണെങ്കിൽ 50,000 രൂപ 50,000 രൂപ അടച്ചാൽ മതി. അതാണ് ഈ സ്പീഡിന്റെ ഒരു പ്രത്യേകത. മനസ്സിലായില്ലേ? അത് നല്ല പരിപാടിയാണ്. ഇത്രയും നല്ല അൻസാർക്ക് പറഞ്ഞു തുടങ്ങുന്നുണ്ടാവുള്ളൂ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ തുടങ്ങി. അത് നമുക്ക് മോള് എടുത്തോ, ഒരു സ്കൂട്ടർ കൊടുത്തോ, അതിന് അമ്മാമ്മ സഹായിക്കും, നിന്നെ മാത്രം. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്താൽ നമുക്ക് സ്കൂട്ടർ കിട്ടും. ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഈ വാർഡിൽ തന്നെ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ക്ലീറ്റസ് മത്തായിയുടെ ഭാര്യ അതിനകത്തൊരു 1000 രൂപയുടെ ഒരു കൂപ്പൺ എഴുതിക്കോ, ഞാനിപ്പോ പൈസ തരാം. 3000 രൂപയുടെ പർച്ചേസിന് വേണ്ടിയുള്ള. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. സ്കൂട്ടർ മേടിച്ചൂടെ? സ്കൂട്ടർ ഇവർക്ക് മാത്രം ഞാൻ സഹായിക്കാം, ഞങ്ങള് റൈഡ് ചെയ്തോളാം. സ്കൂട്ടർ എന്താന്ന് വെച്ചാലേ, സ്കൂട്ടറിൽ പോകുമ്പോഴും ഇങ്ങനെ വെയിൽ കൊള്ളുമല്ലോ. അപ്പൊ ഞങ്ങളൊരു കാർ എടുക്കാൻ വേണ്ടിട്ടിരിക്കുക. ഞാനിപ്പോ 1000 രൂപ കൊണ്ടുവരാവേ. എന്റെ ഫോൺ അവിടെ 1000 രൂപ. അമ്മാവനോട് വീട്ടിലാരെല്ലാം ഉണ്ടെങ്കിലേ വൈഫ് ഉണ്ടെങ്കിൽ തന്നെയാണ്, എന്റെ വീടൊക്കെ തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ടിട്ട് പറയാം. ഇപ്പൊ ഇത് 1000 രൂപയുടെ കൂപ്പൺ ലോക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്പർ വേണം. നടക്കൂ. എന്താ അതിനകത്ത് ഇറങ്ങി നോക്കണം? അല്ല, ചായ
കുട്ടികള് വരും കരുതി ഇത്ര നേരം കാത്തിരുന്നേ. ചായ കുടിക്കേണ്ട സമയത്ത് ചായ കുടിക്കണ്ടേ? അങ്ങനെയുള്ള വല്ല ബോധമുണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോ. കൂപ്പൺ ആണെങ്കിലും പൈസ ആണെങ്കിലും ശരി തന്നെ പോകുമ്പോ പറഞ്ഞിട്ട് പോണം, ഒന്ന് വിളിച്ച് പറയണം. വീട് മരം തുറന്നിട്ടാണ് പോണത്. എടാ എന്നോട് പറഞ്ഞിട്ട് ഞാൻ കാശ് കൊടുത്തിട്ടില്ല അവള് പോയത്. 1000 ഉറുപ്പിക്ക് 3000 ഉറുപ്പിയുടെ തുണി കിട്ടുക എന്താ കുഴപ്പം? എന്നാലും എന്റെ അടുത്ത് വിളിച്ചൊരു വാക്ക് പറയണ്ടേ പോകുമ്പോ? നീ ഒന്ന് അടങ്ങടേ. എടേ അവര് പോയേക്കണം നാത്തൂനും കൂടെ. നമ്മളാണുങ്ങൾ എവിടെയെല്ലാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് അവരോട് പറയണുണ്ടോ അവിടെ പോകണം, നമ്മൾ ഇവിടെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് വല്ലതും പറയാറുണ്ടോ? ഇല്ലല്ലോ. അവര് പോയിട്ട് വരട്ടെ. ഇതാരീ പറയണത്? കുടുംബത്തെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ച് ഉത്തരവാദിത്തങ്ങൾ വന്നു തുടങ്ങിയാണ്. എടേ നമ്മൾ ഓരോ കാര്യങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമാകുമ്പോൾ മാറി ചിന്തിച്ചേ പറ്റുള്ളൂ. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇനിയിപ്പോ മാറി ചിന്തിക്കേണ്ട സമയമായി. 2-3 കൊല്ലം കഴിയുമ്പോ കൊച്ചിനെ കെട്ടിച്ചു വിടാനുള്ളതാണ്. അല്ല പിന്നെ അതവർക്ക് ആരും വിഷമിക്കണ്ട. കുറെ പുതിയ ബിസിനസ് പദ്ധതികളൊക്കെ ഈ തലയിൽ ഇങ്ങനെ ഉദിച്ചു വരണുണ്ട്. ഉദിച്ചു വന്നോട്ടെ, ഉടനെ അസ്തമിക്കായിരുന്നു അത്. കാരണം ഈ തലയാണ്. ഞാൻ അപ്പൊ അതല്ലട ആലോചിക്കണതേ. ഇപ്പൊ ഈ 1000 ഉറുപ്പിക എടുത്തിട്ട് 3000 ഉറുപ്പിയുടെ തുണി കിട്ടാഞ്ഞിട്ട് നീ പെണ്ണുങ്ങൾ പോലെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. അതിപ്പോ അമ്മാവ 1000 2000 ആകുമ്പോ 6000 രൂപ മേടിക്കാം അല്ലേ? രണ്ടുപേർക്കും കൂടെ 6000 ഷോപ്പ് ചെയ്യാം. രണ്ടാള് മേടിക്കണ്ടെങ്കിൽ എന്തായാലും ഒരാൾ മേടിക്കുന്നുണ്ട്. അതൊക്കെ നടക്കുമോ ദൈവത്തിനൊക്കെ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടേ, ഇതില് നേരത്തെ സ്കൂട്ടർ കൊടുക്കാൻ ടീമല്ലായിരുന്ന പകുതി പൈസ കൂട്ടി കൊടുക്കും. പയ്യൻ വന്നിരുന്നു. അവരിപ്പോ ഇത് തുടങ്ങി 60,000 ഉറുപ്പിക കൊടുത്താൽ 1,20,000 ഉറുപ്പിയുടെ സ്കൂട്ടർ പുതിയത് കൊണ്ട് കിട്ടും. നല്ലത് തന്നെ. ഞാൻ പറയുകയാണെങ്കിൽ അതൊന്ന് മേടിച്ചോളാൻ പറഞ്ഞു. വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ പറഞ്ഞ മാതിരി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഒരു കൈത്താങ്ങാണത്. നല്ലതല്ലേ? പഞ്ചസാര എല്ലാ ഇതിലും അങ്ങനെയുള്ള പരിപാടികൾ വരണം. ഇങ്ങനെയുള്ള സംരംഭകർ വരണം. എളുപ്പം കിട്ടുന്നത് അധികം കിട്ടുന്നത് നല്ലതല്ല. തിളച്ചായിരുന്ന നീ തിളച്ചില്ലെങ്കിൽ വയറ്റ് കിടന്ന് തിളച്ചോളൂ. ഏട്ടാ വന്നാ വാ വാ എങ്ങനെയുണ്ടോ ഇവിടെ? വിളിച്ചു പറഞ്ഞിട്ട് പോണടി. അമ്മാനോട് ഉണ്ടായിരുന്നില്ല, അമ്മ പറഞ്ഞില്ലേ? കട ഫുള്ള് വാങ്ങിച്ചാ? അല്ല ലില്ലിമോളെ, 1000 ഉറുപ്പിക കൊടുത്തപ്പോ 3000 ഉറുപ്പിക്കുള്ള ഡ്രസ്സ് കിട്ടിയോ? എനിക്ക് 3000 രൂപയ്ക്ക്, ചേച്ചിക്ക് 3000 രൂപയ്ക്ക്. ആരെല്ലാവർക്കും കിട്ടി നിൽക്കാറുണ്ട്. ഇതൊന്ന് ഞാൻ തന്ന പൈസ ഒന്നും വേറെ ആർക്കും മേടിച്ചിട്ടില്ല, നീയല്ലേ മേടിച്ചുള്ളൂ. ഞാൻ വാങ്ങിച്ചത് എനിക്കും പിള്ളേർക്കും, പിന്നെ ക്ലീറ്റോ ചേട്ടന് ഒരു ഷർട്ട്, റൊണാൾഡോ ചേച്ചന് ഒരു ഷർട്ട്, പിന്നെ അമ്മാനല്ലേ എനിക്ക് പൈസ തന്നത്. അപ്പൊ അമ്മാനും അമ്മായിക്കും. അവക്ക് പൈസ കഴിഞ്ഞില്ല, ഞാൻ മേടിച്ചിട്ടുണ്ടടാ നിനക്ക്. നീ എന്റെ ആങ്ങളല്ലേ, എനിക്കൊരാവശ്യത്തിന് നീയേ ഉണ്ടാവും. അങ്ങനെയല്ല ഏട്ടാ, 6000 രൂപയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് വാങ്ങിച്ചതാ. ചേച്ചി ആ ക്രെഡിറ്റ് എടുക്കണ്ടേ? അതെ, ഞാൻ കാര്യം ഇപ്പൊ ഇത് 1000 ഉറുപ്പിക്ക് 3000 ഉറുപ്പിയുടെ ഡ്രസ്സ് കിട്ടിയപ്പോ സത്യമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു. 60,000 ഉറുപ്പിക കൊടുത്തിട്ട് 1,20,000 ഉറുപ്പിയുടെ പുതിയ സ്കൂട്ടർ മേടിക്കാൻ നോക്കും. അതെ ഞാൻ പറയാം. അത് സത്യവും. ഏട്ടാ സ്കൂട്ടർ വാങ്ങിക്കാട്ടാ, ഭയങ്കര വെയിലല്ലേ? അത് ഏട്ടൻ രാവിലെ സ്കൂട്ടറും കൊണ്ട് പോകത്തില്ലേ? ഞാനല്ലേ ഈ പച്ചപാത്രം വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പഴയതല്ലടാ, അതൊരു പുതിയതെണ്ണം മേടിക്കാലോ. ആ ഏട്ടാ ഞാൻ പറയാനിരിക്കും. പൈസ വേണ്ട കയ്യില്. പൈസ വേണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഒരു ഒടിഞ്ഞ വളയില്ലേ, ഒരു 3/4 പവന്റെ, അത് നമുക്ക് പണയം വെക്കാം. പണം നീ എങ്ങനെ അടയ്ക്കും? അത് ഞാൻ ഡാൻസ് ക്ലാസ്സിലെ പൈസ അടിച്ചോളാം. ബാക്കി പൈസ എന്ത് ചെയ്യും? ബാക്കി ഇപ്പൊ ഒരു 19,000 ഉറുപ്പിക വള പണയം വെച്ചാൽ കിട്ടും. 10,000 ഉറുപ്പിക ബാക്കി വേണ്ടു, അത് ഞാൻ തരും. ഇനി അതല്ല, ഇനി തികഞ്ഞില്ലെങ്കിൽ നീ എത്രാന്ന് ചോദിച്ചോ, മാമൻ തരും. അത് തരാന്ന് നേരത്തെ വേറൊരു കാര്യം അമ്മ ആലോചിച്ച് നോക്ക്. ഇവരുടെ കുടുംബത്തിൽ ഒരു സ്കൂട്ടർ ഓൾറെഡി ഉണ്ട്. വണ്ടി ഇല്ലാത്തത് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിലല്ലേ വണ്ടി ഇല്ലാത്തത്? നീ പെണ്ണല്ലോ. അവള് പെണ്ണല്ലേ? അതിനാദ്യം മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഞാൻ അമ്മാവനോട് ഈ ഇച്ചിരി കട്ടൻ ചായ തിളപ്പിച്ചാന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. തർക്കുത്തരം പറഞ്ഞിട്ട് ബഹുമാനം ഇല്ലാതെ നടക്കണവരൊന്നും സഹായിക്കലല്ല മനുഷ്യന്മാരുടെ പണി. ആദ്യം ബഹുമാനിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. അല്ലാതെ അത് കിട്ടില്ല. അനക്ക് 10,000 അല്ല, എത്ര വേണ്ടിച്ചോ ചോദിച്ചോ, സ്കൂട്ടർ മേടിക്കാൻ നോക്ക്. എന്തായാലും സത്യസന്ധമായിട്ടുള്ള കാര്യം. പണയം വെച്ചിട്ട് 50,000 രൂപ കിട്ടുമെങ്കിൽ പിന്നെ ബാക്കി അമ്മാവൻ തന്നെ 10,000 തരും. ഇനി അത് കുറച്ചേ കിട്ടുള്ളൂ, അമ്മാവൻ തരും. അമ്മാവൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞാൽ പൈസ തരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് തമാശക്കായിരിക്കും. മാസം സ്വർണം വെച്ചിട്ടുള്ള പൈസ അടച്ചോളണം. എന്റെ എണ്ണിച്ചിട്ട് അപ്പം കിട്ടുന്ന പൈസ എനിക്ക് പല കാര്യത്തിലുള്ളതാണ്. അത് ഞാൻ അടച്ചോളാം. അതിനപേക്ഷിച്ചോ. ഗ്ലാസ് എവിടെ വെച്ചേക്കണേ? ചായ കുടിക്കാൻ. ചായ കുടിക്കാനിട്ട് നേരായിട്ട് നിങ്ങൾ നേരം വരാൻ വഴിയപ്പോ ഞാൻ പോണാ നീ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ലേ നീ അവന് എനിക്ക് മേടിച്ചില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ എന്തോ നിനക്ക് നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ല. പറ. എന്ത് പറയാ? മറ്റേത് സ്കൂട്ടറിന്റെ. സ്കൂട്ടറാ? സ്കൂട്ടർ നിന്റെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ടല്ലേ അമ്മാവൻ അവക്ക് കൊടുക്കാന്ന് പറഞ്ഞ ലില്ലിക്ക്. നീ അമ്മാവനോടും ദേഷ്യപ്പെട്ട് സംസാരിച്ച്
ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഉറങ്ങില്ലേന്ന് ഇടയെ നീ മനുഷ്യൻ, എനിക്ക് രാവിലെ ഒരു മീറ്റിങ്ങും നിങ്ങൾ മീറ്റിങ്ങിന് പോകണ്ട, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകും. ഇനി അതിനാണെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറേ പെണ്ണുങ്ങളുടെ പേരിൽ സ്കൂട്ടർ ബുക്ക് ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്. അപ്പം എനിക്കൊരു 3-4 ലക്ഷം രൂപ മറിയാനുണ്ട്. ആ പൈസ മറിഞ്ഞു വന്ന് ആ സ്കൂട്ടർ ഞാൻ അവരുടെ പേരിൽ എടുത്തിട്ട് അതിന് ഇച്ചിരി വില കയറ്റി മറിച്ച് വിട്ടിട്ട് ആ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു മെഷീൻ മേടിച്ചു തരാം. അല്ലാതെ ഇനി 3-4 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിൻ്റെ ശ്രമത്തിലാണ് ഞാനിങ്ങനെ പലരെയും മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലതായ മുത്തുലക്ഷ്മി എന്ന് കുറച്ച് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവന് ഒരു ചെറിയ കമ്മീഷൻ കൊടുക്കണം. പോട്ടെ, എന്നാലും നിങ്ങൾ ചെന്ന് അമ്മാവനോട് ചോദിച്ചു നോക്ക്. ഇനി അമ്മാവനോട് ഞാൻ ചോദിക്കാൻ പോകണം. അമ്മാവൻ പറഞ്ഞതറിയാം, നിന്റെ ഭാര്യയെ കുറച്ച് വകതിരിവ് പഠിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യും, നീ ലില്ലി സ്കൂട്ടർ ഓടിക്കണമെങ്കിൽ ലില്ലിയുടെ ഒന്ന് അത് വാങ്ങിച്ച് ഇടയ്ക്ക് ഓടിക്കാം, നോക്കാം അവൾ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഉറങ്ങ്, അതാ നല്ലത്. സ്നേഹിച്ച അപ്പൂപ്പൻ ചങ്ക് പറിച്ചോടും, ദേഷ്യപ്പെട്ടാല ചങ്ക് കടിച്ചെടുക്കും. അതാ അപ്പൂപ്പൻ. ചങ്ക് പറഞ്ഞ് വീഴും, അത് പറ. അത് അമ്മാവൻ പറഞ്ഞ സത്യം. കണ്ടാ എന്റെ നാത്തുമാരുണ്ട്, നാത്തിന്റെ മോന്തായിട്ട് എനിക്ക് കണ്ണീര കണ്ടൂടാ. പോട്ടെന്ന് പാവം. അത് എഴുതരം കൊടുത്തിട്ടാണേ ചേച്ചി തല കയറി നിറങ്ങുക. ബഹുമാനിക്കറിയില്ല എന്നെ. അമ്മാവാ എന്തോ കാര്യമുണ്ട് കേട്ടോ. എന്താ ചേട്ടാ? ഒന്നുമില്ല, എന്ത് അങ്ങോട്ടും ചെൽ ഒന്നങ്ങോട്ട്. എന്താണ്? അതെ, നമ്മളെ അമ്മാവനോട് ഇപ്പം അമ്മാവാ പിന്നെ പാവണ് സത്യം. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് രാത്രി ഉറക്കത്തെ കിടന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, കുറ്റബോധം ആരോട് ചെയ്തല്ലോ? അല്ല, അറിയാതെ ഓരോന്ന് പറയൂലേ, വാ പോയ കോടാലിയാണല്ലോ ഇത്. ക്ലീറ്റോച്ചനോട് വല്ലതും പറഞ്ഞാ? അല്ല, നീ ഉണ്ടായി ലിലുവളെ. ക്ലീറ്റോവനെ, എന്റെ ബോംബെയിലും ധാരാവിയിലും കഥകളൊക്കെ കേട്ടിട്ട് നിനക്കത് ഗുണ്ടായി തോന്നിണ്ടാ? അയ്യോ, അതങ്ങനെ ഗുണ്ടായിട്ട് നടന്ന സംഭവല്ലേ. പിന്നെ ഞങ്ങൾക്കൊക്കെ വിശ്വാസം. അങ്ങനെ വലിയവര് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അമ്മാവാ, അത് വേറൊന്നും അല്ല. ഈ പെട്ടെന്ന് ഇങ്ങനെ ഓരോ അത് ഇതും ഇങ്ങനെ പൊട്ടത്തരം പറയുന്നൊരു പൊട്ടിയാണല്ലോ ഇവിടെ. അപ്പൊ അങ്ങനെ എന്തോ അറിയാതെ ഒന്ന് അങ്ങോട്ട് ഒരു സോറി എന്ന് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു. പറ അമ്മാവന്. സോറി, എനിക്ക് വിളക്കൊന്നുമില്ല. അത്രേ ഉള്ളൂ. അമ്മാവാ, ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ ഒരു കാര്യം ആലോചിച്ചാണേ. എന്താ? നമ്മുടെ സ്കൂട്ടറിനൊരു പേരിടണ്ടേ? ഞാനൊരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്താ? രാജൻ. ഗിരിരാജൻ. അത് കലക്കി. സൂപ്പർ സൂപ്പർ അല്ലേ? അമ്മാവന്റെ പേര് ഫ്രണ്ട് ഗിരിരാജൻ, പുറകില് നമ്പർ പ്ലേറ്റിന്റെ മേഴി, മുട്ടല്ലേ മുട്ടേ അമ്മാവന്റെ സമ്മാനം. ഇതെന്തോ ഓട്ടോയോ പാണ്ടിലോറിയോ അല്ലോ ആണോ പേരെഴുതി വെക്കാം? 2 വീലർ അത് അമ്മാവനല്ലേ എനിക്ക് വാങ്ങിച്ചായിരുന്നു. ഗിരിരാജൻ പേരുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഉണ്ട്, പാണ്ടിലോറികളുണ്ട്. 2 വീലറിന്റെ പിന്നെ പേരൊക്കെ എഴുതാറുണ്ടല്ലോ. അത് വേണ്ട ഡ്യൂട്ടിയെ, വേണ്ട. അമ്മാവനോട് മോൾക്ക് ബഹുമാനം ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് അറിയാം. എല്ലാ പേര് വേണ്ട. അമ്മാവൻ വേറൊരു പേര് പറഞ്ഞുതരാം, രത്നമ്മ. ആവുമ്പോ രത്നത്തിന്റെ ഒരു പ്രൗഢി ഉണ്ട്, അമ്മയുടെ ഒരു വാത്സല്യം ഉണ്ട്. വൈഡൂര്യം വജ്രം പുറയില് നല്ലു സയ്യോ ആ പേരിട്ടാ മതി, അതാ ചേരുന്നത്. അല്ല, രത്നമ്മ മതി. അത് കൊള്ളാം. നിങ്ങൾ എന്ത് പേരിട്ടാലും വേണ്ടില്ല, വണ്ടി ഈ മുറ്റത്ത് ഇങ്ങനെ നിൽക്കണം. വെള്ള കളർ. അമ്മാമനെ ബഹുമാനിക്കുന്നവർക്കുള്ള സമ്മാനാണ് അത്. അല്ല, ബഹുമാനം ഉണ്ടല്ലോ അമ്മാവ. അങ്ങനെ ബഹുമാനം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പൊന്നാങ്ങളുടെ പഴയ വണ്ടി ഉണ്ടല്ലോ, അത് പെങ്ങളെടുത്തോട്ടെ. അല്ല, അത് കൈകാര്യം ചെയ്താൽ TT ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അതെല്ലാം പറ്റത്തില്ല. ഏട്ടന് അതും കൊണ്ട് പോകണ്ടേ? പിന്നെ എനിക്ക് പോകാനല്ലേ ഈ വണ്ടി. അമ്മാവ, നമുക്ക് കണക്കം മാറിയല്ലോ. ചേച്ചിയും കൂടെ ഒരെണ്ണം ബുക്ക് ചെയ്യും. അല്ല, ഇപ്പൊ 10,000 ഞാൻ ഇവൾക്ക് കൊടുത്ത പോലെ അവൾക്ക് കൊടുക്കാം. പക്ഷെ 50,000 റുപ്യക്ക് പണയം വെക്കാൻ അവളുടെ എന്തുലുവേ ഉള്ളു. പറഞ്ഞണ്ട, അമ്മാവന്റെ എന്തെങ്കിലും കയ്യിലോ. 50,000 നിങ്ങൾ എടുക്കുമെങ്കിൽ ഇവൾക്ക് തന്ന പോലെ 10,000 ഞാൻ തരാം. കാരണം 2 ആളുടെ അമ്മാവനായി പോയില്ലേ. അമ്മാവ ഒരു 10,000 ഞങ്ങൾ എടുക്കാം, ബാക്കി അമ്മാവൻ എടുത്താൽ പറ്റുമോ? നടക്കണ വല്ല കാര്യം. അതെ, വന്നു. അച്ഛൻ നല്ല പേര് സെലക്ട് ചെയ്യും. എന്തായി? അടച്ചാ ബാക്കി പൈസ. പിന്നെ ഏട്ടാ,
ഞാൻ പറഞ്ഞു നമ്മുടെ വണ്ടിക്ക് ഗിരിരാജൻ എന്ന് പേരിടാന്ന്. അപ്പൊ അമ്മാവൻ പറയും അത് വേണ്ട രത്നമ്മേന്ന് ഇട്ടാ മതി. അമ്മയുടെ പേരല്ല നല്ല നല്ല ഞാൻ പറഞ്ഞില്ലേ നാളെ എന്തായാലും ലീവ് എടുക്കണോട്ടെ. എന്ന് തരാന്ന് പറഞ്ഞു വണ്ടി നാളെ തരുവോ? ഏത് വണ്ടി? നമ്മള് സ്കൂട്ടർ അത് ഉടായിപ്പാ. ആ എന്താ ഈ പറയണത്? എടി പണയം വെച്ച പൈസയും കൊണ്ട് നീ തന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു പൂജപ്പുര സ്റ്റേഷനിലെ പോലീസാണെന്ന് പറഞ്ഞു. ഞാൻ പോലീസാണെന്ന് പറഞ്ഞു കേട്ടതും ഇവന്മാർക്കൊരു പരിങ്ങല്. എനിക്കൊരു ഡൗട്ട് അടിച്ചു. ഞാൻ മൊത്തത്തിൽ അന്വേഷിക്കുമ്പോണ്ടല്ലോ എല്ലായിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവന്മാരെ പറ്റിപ്പ് കേന്ദ്രങ്ങളുണ്ട്. നമ്മളിപ്പോ ഇത് നമ്മളെ കെയർ ഓഫിലെ അൻസാറും അവരെ ഇതിലൊക്കെ ബന്ധുക്കൾക്ക് വണ്ടി കിട്ടിയതല്ലേ? ഒരാൾക്കല്ലേ കിട്ടിയത്? ആ അങ്ങനെ 10 പേരെ പൈസ കൊടുത്ത് ഒരാൾക്ക് കൊടുക്കും വണ്ടി. അയ്യോ എന്താ നടന്ന് ബാക്കി പൈസ കൊണ്ടവരങ്ങ് ചേട്ടൻ അവിടെ നിന്ന് പോയി അന്വേഷിക്കായിരുന്നില്ലേ? അപ്പം എവിടെ നിന്ന് അന്വേഷിക്കാൻ? എടാ ഇതിപ്പോ ഈ പഞ്ചായത്ത് മെമ്പറൊക്കെ അറിയിച്ചല്ലേ ഇത് ചെയ്യണം. പിന്നെ എങ്ങനെ തട്ടിപ്പാവുക? പഞ്ചായത്ത് പോയിട്ടാണോ പൈസ അടച്ചത്? അതിന്റെ അടച്ചത് അല്ല അല്ലല്ലോ. ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഉടനെ ചാടി ഇറങ്ങുമല്ലേ? എടാ നീയല്ലേ പറഞ്ഞു ഒരുപാട് പേര് കൊടുത്ത് അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാരും ഒക്കെ കൊടുത്ത് പൈസ കൊടുത്തു. പക്ഷെ എല്ലാരും സ്പീഡിന് പൈസ കൊടുത്തു. പക്ഷെ ഇത്ര സ്പീഡിന് പൈസ പോകുമെന്ന് പറഞ്ഞില്ല. ആ ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, നിന്റെയും അൻസാറിന്റെ കെയർ ഓഫിൽ കുറെ പേര് പൈസ കൊടുത്തിട്ടില്ലേ? ഉണ്ട്. നമ്മൾ നിർബന്ധിച്ചൊന്നുമില്ല. അവർക്ക് ഇത് പറഞ്ഞപ്പോ താല്പര്യമുള്ളവരോട് കൊടുത്തേണ്. ഒന്നുമില്ല. പോലീസ് കയറ്റും. നാട്ടുകാർ കൂടി കൊങ്ങാക്കി പിടിക്കും. ഉത്തരം പറഞ്ഞോളാം നീയൊക്കെ. എന്റെ കെയർ ഓഫിലാണ് പൈസ കൊടുത്തേക്കണത്. ഞങ്ങൾ ആരെയും പൈസ വാങ്ങിച്ച് ഞങ്ങളുടെ കൈ കൊണ്ട് കൊടുത്തിട്ടില്ല. അവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടേ ഉള്ളൂ. എടേ ഒരു കാര്യത്തിന് നിരസ്ഥിതി അറിയാൻ എന്താണ് ഇറങ്ങി പോണത്? എടേ ഒരു ഉടായിപ്പ്, പക്ക ഉടായിപ്പ്. അല്ലടാ അപ്പന്റെ 10,000 ഉറുപ്പ്യായോ? അമ്മാവൻ ഞാനീ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? പൈസയും കൊണ്ട് അമ്മ മുങ്ങി. അമ്മാവന്റെ കാശ് ഗോവിന്ദ. പിന്നെ തങ്കം പൈസ സാരമില്ല. ഓട്ടെ. Aliens.